ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എക്കാലത്തും ക്രിസ്തുമസിൻ്റെ വലിയ ആശംസ വാക്കുകൾ ഇതാണല്ലോ. സ്വർഗീയ മാലാഖന്മാരും ആട്ടിടയന്മാരും അഥവാ സ്വർഗീയരും ഭൗമികരും ഒന്നിച്ച് ജഡമായി തീർന്ന വചനമാകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കാഹള ആരവം മുഴക്കുന്നു. അവർ ഒന്നിച്ച് പാടുന്നു. പ്രകൃതി എല്ലാം അതിനോട് ചേരുന്നു. സസ്യലലാദികളും മൃഗങ്ങളും എല്ലാവരും ചേർന്ന് തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ പുൽത്തൊട്ടിയിൽ കാണുമ്പോൾ അവർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് കാലം വന്നിരിക്കുന്നു. ക്രിസ്മസ് ദിനത്തിലേക്ക് നാം വരുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ക്രിസ്മസ് സമയത്ത് നമുക്ക് ഓർക്കുവാനുള്ളത്, യേശു ക്രിസ്തുവിന് ജനിക്കുവാൻ നമ്മിൽ ഇടം നാം കൊടുക്കുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമായി അവശേഷിക്കണം. ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് തിമിർക്കുമ്പോൾ ആശ്രയമില്ലാതെ ക്രിസ്മസ് കൂടൊരുക്കുവാൻ ഒരു വീടില്ലാത്തവർ, ഒരു ചെറിയ കേക്കെങ്കിലും മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ മാർഗമില്ലാത്തവർ, എന്തിനേറെ വിശപ്പടക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, അങ്ങനെയുള്ളവരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഓർക്കുവാൻ, അവർക്ക് ഒരു ഇടം കൊടുക്കുവാൻ നമുക്ക് ഇടയാകണം എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ, പരിശുദ്ധ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവാ തിരുമേനിയുടെ ഇന്നത്തെ ഒരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്, വീടില്ലാത്തവനെ ഒരു വീട് നൽകുവാൻ, തലചായ്ക്കുവാൻ ഇടമില്ലാത്തവനെ ഒരു വാസസ്ഥലമൊരുക്കുവാൻ ഉള്ള വലിയ തീവ്ര ശ്രമത്തിൽ ആണ്. മാതാവ് നിറവയറോടുകൂടി കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ളൊരു സ്ഥലം തിരക്കുകയാണ്. അവളെ സഹായിപ്പാൻ യൗസേപ്പ് ശ്രമിക്കുകയാണ്. മറ്റെല്ലാ തിരക്കുകൾക്കിടയിലും അവർക്കൊരു വാസസ്ഥലം ലഭിക്കുവാൻ, കൊടുക്കുവാൻ ആരും തയ്യാറായില്ല. എന്നാൽ അവിടെ അവരെ സഹായിപ്പാനെത്തുന്നത് അമ്മയുടെ നൊമ്പരമറിയുന്ന നല്ല മൃഗങ്ങളായിരുന്നു. ഒരു പശുത്തൊട്ടിയിൽ അവന് ഇടം ഒരുക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ആ പശുക്കൾക്ക് അത്താഴമായി തീരേണ്ട പുല്ല് അവർ അതിൽ നിന്ന് മാറി ഈ അമ്മ കുഞ്ഞിനെ പ്രസവിക്കുവാൻ, ഒരു മെത്തയാകുവാൻ ആ സ്ഥലം ഒരുക്കട്ടെ എന്ന് അവർ ചിന്തിച്ചു. അവർ മാറിക്കൊടുത്തു. അവിടെ അവൾ തൻ്റെ ഏകജാതനെ, ആദ്യജാതനെ പ്രസവിച്ചു. ഓരോ പാവപ്പെട്ടവനിലും യേശുവിനെ കാണുവാൻ, അവനൊരു കൂടൊരുക്കുമ്പോൾ, അവനൊരു വീടൊരുക്കുമ്പോൾ ക്രിസ്തുവിനാണ് നാം ഒരു ഇടം ഒരുക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ ഈ ക്രിസ്മസ് സുദിനത്തിൽ നമുക്ക് ഇടയാകണം. ക്രിസ്മസ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7 ദിവസങ്ങൾ കഴിയുമ്പോൾ നാം ഒരു പുതിയ വർഷത്തിലേക്കൂടെ കടക്കുകയാണ്. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും 2024 എന്ന വർഷത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും മഹത്വം കരയേറ്റാം. ആമേൻ.